ഹായ് ഓൾ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും അവഗണന, പരിഹാസം എന്നുള്ളത് ഏറ്റുവാങ്ങാത്ത ഒരു മനുഷ്യജീവിയും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നോ വീട്ടുകാരിൽ നിന്നൊക്കെ ആവാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട്. ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക. നമ്മൾ നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക. നമ്മൾ നമുക്ക് തന്നെ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ എപ്പോഴും താഴ്ത്തിക്കെട്ടുകൊണ്ടിരിക്കും. അവരുടെ ഒരു ഹോബിയാണ് മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തിക്കെട്ടുക, പരിഹസിക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മളൊരു ഉറുമ്പോ ചെറിയ ജീവിയൊന്നും അല്ലല്ലോ മറ്റുള്ളവർ നമ്മെ എപ്പോഴും ചവിട്ടി അരിച്ചു കൊണ്ട് നിൽക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കോൺഫിഡൻസോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ അടുത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അയാൾ നമ്മളെ പരിഹസിക്കുമെന്നുള്ളത് മുൻകാല എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമായിരിക്കാം. അപ്പോൾ അയാൾ നമ്മെ പരിഹസിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി അയാളെ സമീപിക്കുക. പരിഹസിച്ചോട്ടെ എന്നുള്ള മട്ടിൽ അത് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡിസിഷൻസ് എല്ലാം ഓപ്പൺ അപ്പ് ആക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അക്കംപ്ലിഷ് ആയി കഴിഞ്ഞിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ട് ശേഷം മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആക്കാൻ പാടുള്ളൂ. അതും ചെയ്യുന്നതുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ, നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളോട് മാത്രം നമ്മളത് ഓപ്പൺ അപ്പ് ആക്കുക. ഈ ഓൾഡ് ജനറേഷൻ പീപ്പിളിനോട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ അവർ അവരുടെ ഫ്രണ്ട് സർക്കിളിനോട് ഡിസ്കസ് ചെയ്യും. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറും. അപ്പോൾ ആ ഒരു കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരോട് പറയാതിരിക്കുന്നതായിരിക്കാം നല്ലത്. ഒരുപക്ഷെ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ തന്നെ ബാധിച്ചെന്നിരിക്കും. പിന്നെ വരുന്നത് ടോക്സിക് പീപ്പിളിൽ നിന്ന് നമ്മൾ മാറി നടക്കുക എന്ന് പറയുക. അതല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇവരുടെ നേച്ചർ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ അവരിൽ നിന്ന് ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫായിട്ടുള്ള ഒരു കൈ അകലം നമ്മൾ പാലിക്കുക. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാതിരിക്കുക. അധികം അടുത്തേക്ക് പോയി ഓരോന്നും കാര്യങ്ങളെ കുറിച്ച് ചർച്ചകളൊക്കെ നടത്താതിരിക്കുക. പിന്നെ വരുന്നൊരു കാര്യമാണ് കളിയാക്കലുകൾ. നമ്മൾ എന്ത് ചെയ്യണം? സൈലൻ്റാക്കി ചിരിച്ചുകൊണ്ട് തന്നെ മറികടക്കുക എന്നുള്ളത്. ബി സൈലൻറ്റ് ഇൻ ഓൾ ദോസ് സിറ്റുവേഷൻസ്. സൈലൻസ് ആൻഡ് എ സ്മോൾ സ്മൈൽ കീപ് എവറിത്തിങ്സ് എ ബിഗ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഇങ്ങനെ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി മാത്രം നമ്മൾ സമീപിക്കുന്നവരോട് നമ്മളെപ്പോഴും ചിരിയിലൂടെ മറുപടി കൊടുക്കണം. അങ്ങനെ ചിരിച്ചുകൊണ്ട് അവരോട് പെരുമാറുമ്പോൾ അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ലോ ആവുന്നത് പോലെ തോന്നും. അങ്ങനെ 1, 2, 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മളെ കുത്തുവാക്ക് കൊണ്ട് പരിഹസിക്കാൻ വരികയായിരിക്കും. പിന്നെ അവർ താനെ നിർത്തിക്കോളും. ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ചിരി മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിൽ. ഓക്കെ, ബൈ.